ഹേ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യുവർ കൊറിയൻ ഗേൾ. ഞാൻ ഈ നട്ടുച്ച കൊട്ടവയിലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പോലും ഇത്രയും നല്ല കിണ്ണം കഴിച്ച് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ്. കണ്ടിട്ടെന്നാലോ? അതെ, ഇതാണ് ഞാൻ പറഞ്ഞ പ്ലേസ്. നമുക്ക് സൺസെറ്റും സൺറൈസ് ഒക്കെ ഇത്രയും കിടലായിട്ട് തിരുവനന്തപുരത്ത് മറ്റെവിടെ നിന്നാലും, അതിപ്പോൾ നമ്മൾ ഏത് ബീച്ചിൽ പോയാലും ഏത് മലയുടെ മണ്ടയിൽ പോയാലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും നല്ല അടിപൊളി സൺസെറ്റും സൺറൈസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പേരാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മീശപ്പുലിമല എന്നറിയപ്പെടുന്ന ചിട്ടിപ്പാറ. ഒരു തവണയെങ്കിലും ചിട്ടിപ്പാറ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്കര ഒരു നഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ അഗസ്ത്യമലയ്ക്ക് പുറകിൽ നിന്നിട്ട് സൂര്യൻ ഉദിച്ച് വരുന്ന ഭയങ്കരമായൊരു വ്യൂ ഉണ്ട് അവിടെ. പക്ഷെ എനിക്ക് ആ വ്യൂ മിസ്സായിപ്പോയി. ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇത്രയും എന്താ പറയുക, ഒടുക്കത്തെ വ്യൂ ആണ്. നമ്മൾ എത്ര സമയം അവിടെ പോയി സ്പെൻഡ് ചെയ്താലും നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പോലും തോന്നൂല. അത്രയും നല്ല അടിപൊളി വ്യൂവും നല്ല തണുത്ത കാറ്റും. നമുക്ക് എത്ര വെയിലാണെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റായതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യും. അങ്ങോട്ട് കയറി പോകാനായിട്ട് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നമ്മൾ വഴിയൊക്കെ വെട്ടി തെളിച്ച് കയറി പോകണം. പക്ഷെ മുകളിലെത്തുമ്പോഴേക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മളൊരു 10-15 മിനിറ്റ് നേരം പാറയെ കൂടി കഷ്ടപ്പെട്ട് വലിഞ്ഞു പിടിച്ച് കയറിയതിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ നിരാശപ്പെടില്ല, അത് 100% ഉറപ്പാണ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും ഉറപ്പായിട്ടും പൊന്മുടിയിൽ പോയിട്ടുണ്ടാവുമല്ലേ. പൊന്മുടിയിൽ മിനിമം ഒരു വട്ടമെങ്കിലും പോകാത്തായിട്ട് അധികാരം ഉണ്ടാകത്തില്ല. പക്ഷെ അവിടെ പോകുന്ന പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അവിടെ തൊട്ടടുത്താണ് ഈ ചിട്ടിപ്പാറ ഉള്ളതെന്ന്. നമ്മുടെ തിരുവനന്തപുരം പൊന്മുടി റൂട്ടിലെ വിതുര എത്തുന്നതിന് മുമ്പ് തൊളിക്കോടിന് ശേഷം ഇരുതലമൊലിയിൽ നിന്ന് വലത്തോട്ട് ഉദ്ദേശിച്ച് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിട്ടിപ്പാറ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ അവിടെ വരെ മാത്രമേ വാഹനങ്ങൾ പോവുള്ളൂ. അത് നല്ല കയറ്റാണ്. ഞാനൊക്കെ പോയപ്പോഴേക്കും സ്കൂട്ടിയിൽ 2 പേര് പോകാൻ പോലും പറ്റത്തില്ലായിരുന്നു, അത്രയും നല്ല കയറ്റാണ്. ആ അമ്പലത്തിനടുത്ത് കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് പിന്നെ നമ്മളൊരു 15 മിനിറ്റോളം എന്തായാലും പാറപ്പുറത്തൂടെ നടക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ടൂറിസം പ്ലേസ് ആയിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ സ്ലിപ്പായിട്ട് താഴോട്ട് പോവാം. അപ്പം അതുകൊണ്ട് പോകുന്നവരെ ശ്രദ്ധിച്ച് പോകണം. പക്ഷെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വാവ് ഫാക്ടറാണത്. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും പോയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഉറപ്പായിട്ടും. ഞാനിത് ഒട്ടും പ്ലാൻ ചെയ്ത് ടക്കനേന്ന് തീരുമാനമാണ്. അല്ലെങ്കിലും ചിലത് അങ്ങനെയാണല്ലോ, ചില നല്ല തീരുമാനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതൊന്നും അല്ല. ടക്കനെ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല നല്ല തീരുമാനങ്ങളായിട്ട് പിന്നീട് വരാറുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ഒരുപാട് എന്നെ തന്നെ മറന്നു നിന്നുപോയ കുറേ സമയങ്ങളായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്, റീൽസ് എടുക്കാനായാലും ഫോട്ടോസ് എടുക്കാനായാലും, അതല്ല ആസ് യൂഷ്വൽ കപ്പിൾസ് ആയാലും ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര നമുക്ക് പീസ്ഫുള്ളായിട്ട്, ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കാറ്. ഒരുപാട് ആളുകളുള്ളതോ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര റഷായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ അധികം പോവാറില്ല. ഇതുപോലെ നമുക്ക് കുറച്ച് നേരം കാമാൻ ക്വയറ്റായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ കൂടുതലും പോവാറ്. പിന്നെ എല്ലാവരെയും പോലെ ഞാൻ കുറേ റീൽസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. പക്ഷെ സംഭവം നല്ല വെയിലായിരുന്നെങ്കിൽ പോലും നമുക്ക് ചൂടറിയാൻ പറ്റില്ല. കാരണം
എന്താ പറയുക, നല്ല തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടേയിരിക്കും. പിന്നെ അങ്ങോട്ട് കയറി പോകുന്ന വഴി മൊത്തം എന്താ പറയുക, കാട് പോലെ കിടക്കണം. ഞാൻ പറയില്ല, വഴി വെട്ടി തെളിച്ചുകൊണ്ട് നമ്മൾ കയറിപ്പോകും. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത ആ സ്ഥലത്തിന് എന്തായാലും ഉണ്ടാവുമല്ലോ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക്, നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ എല്ലാവരും എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് അഗസ്ത്യാർകൂടം. ആ അഗസ്ത്യാർകൂടം മല കാണാം. എന്താ പറയുക, 360 ഡിഗ്രിയിലും വ്യൂ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് അല്ലെങ്കിൽ 2 സൈഡൊക്കെയാണ് എന്തെങ്കിലും നല്ല വ്യൂ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഈ ഒരു പാറയിൽ നമുക്ക് ഫുൾ ആംഗിളിലും നല്ല അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് സൈഡ് വേണോ പോവാം, എങ്ങനെ വേണോ ചെയ്യാം എന്ന്, എന്താ പറയുക, നമുക്ക് എങ്ങനെ വേണോ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഗുണ കേവ് പോലെയൊക്കെ കുറച്ച് സ്പേസസ് ഒക്കെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് റീൽസ് ഒക്കെ എടുക്കാം. എന്താ പറയുക, അടിപൊളിയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ടും പോകണം. ഓക്കെ. എന്നെ പോലെ വല്ല മരകറി മറിയുകയാണെന്നുണ്ടെങ്കിൽ പോയി അടങ്ങിയിരിക്കേണ്ടി വരത്തില്ല. കാരണം കയറാനായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മരങ്ങളും പിന്നെ ഇടയ്ക്കൂടെയൊക്കെ വരാനായിട്ട് കുഞ്ഞു കുഞ്ഞു പാറകളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കണ്ട് ആർമാദിച്ച് ആഹ്ലാദിച്ചതിന് ശേഷം ഞാൻ തിരിച്ചിറങ്ങുകയാണ്. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്, ഞാൻ പറയുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയതൊന്നുമല്ല, ജസ്റ്റ് പെട്ടെന്നുണ്ടായ പ്ലാനിൽ പോയതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ ഈ പറയുന്നതും. അതുകൊണ്ട് എനിക്ക് എന്ത് പറഞ്ഞാലും അറിയില്ല. ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മിസ് ചെയ്യാതെ ഉറപ്പായിട്ടത് പോയി തന്നെ കാണണം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു. ആൻഡ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, അതിപ്പോൾ എന്ത് തന്നെ ആയാലും, ബാഡ് കമൻ്റ് ആയാലും ഗുഡ് കമൻ്റ് ആയാലും ഉറപ്പായിട്ടും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ.